ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. 18-ാമത്തെ വാക്യം, വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ നോയമ്പിൻ്റെ അവസരത്തിൽ ബലഹീനാടിയങ്ങൾക്ക് ഈ നോയമ്പ് കാലം ഉപയോഗിക്കുവാൻ തക്കവണ്ണം നീ തന്ന ദൈവത്തിൻ്റെ ദാനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ബലഹീനാടിയൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. ഈ അവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട ക്രിസ്റ്റി അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. ഈ നോയമ്പിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദ ഇമ്പോർട്ടൻസ് ഓഫ് വേർഡ്സ്. നാം ഉപയോഗിക്കുന്നതായ വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഈ ഭാഗത്ത് അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സദൃശവാക്യത്തിൻ്റെ 18-ാം അധ്യായം 18-ന്റെ 20-ാം വാക്യം, വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും, അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. 18-ന്റെ 21-ാം വാക്യം, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, നാവ് ഒരു തീ തന്നെ. അതിനാൽ വളരെ സൂക്ഷിച്ച് നമ്മുടെ നാവിനെ നാം ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ നോയമ്പിൻ്റെ സമയങ്ങളിൽ ഈ വാക്കിനോട്, ഈ കുറിവാക്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനൊരു വാക്കുകൾ അവസാനിപ്പിക്കാം. ഒന്ന്, with the presence of Lord Jesus Christ. യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം. കനാവിലെ കല്യാണത്തിൽ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നതായും എൻ്റെ മാതാവ് അവിടുത്തെ കുറവുകളെ കണ്ടിട്ട് യേശു ക്രിസ്തുവിനോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർക്ക് വീഞ്ഞില്ല. യേശുവിൻ്റെ അമ്മ അവിടെയുള്ളതായ ജോലിക്കാരോട് പറയുന്നതായിട്ട് നമുക്ക് കാണാം. യേശു എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് നിങ്ങൾ ചെയ്യുവാനായിട്ട്. അങ്ങനെ യേശു ക്രിസ്തു അവിടെ ഉണ്ടായിരുന്ന കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവാനായിട്ട് പറയുകയും ആ പച്ചവെള്ളത്തെ വളരെ മനോഹരമായ രുചിയും മണവും ഏറ്റവും മേൽത്തരമായ വീഞ്ഞാക്കി മാറ്റിയതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നപ്പോൾ പച്ചവെള്ളത്തെ അവിടുന്ന് വീഞ്ഞാക്കി ആ ഭവനത്തിൻ്റെ കുറവുകളെ അവിടുന്ന് മാറ്റി അനുഗ്രഹപൂർണമാക്കി തീർത്തു. ഞാനിങ്ങനെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്.
ഈ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് ഉണ്ടാകുമ്പോൾ യാതൊരു യോഗ്യതയും കഴിവും പ്രാപ്തിയും ഒന്നുമില്ലാത്ത നമ്മളെ വളരെ മനോഹരമായ രുചികരമായ ഫലം പുറപ്പെടുവിപ്പാൻ തക്കവണ്ണം ദൈവത്തിന് രൂപാന്തരപ്പെടുത്തുവാനായിട്ട് സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നാം നമ്മുടെ ജീവിതത്തെ അവിടുന്ന് നയിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവം തമ്പുരാൻ നമ്മുടെ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിച്ച് രുചിയും മണവും ഏറ്റവും പ്രയോജനമുള്ളതാക്കി തീർക്കുവാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് വിത്ത് ദ പവർ ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ദൈവത്തിൻ്റെ ശക്തിയിലുള്ളതായ വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഏത് രോഗങ്ങൾക്കും ഏത് പ്രതിസന്ധികൾക്കും എത്രമാത്രം വിഷമമേറിയ സംഗതിയിലൂടെ നാം കടന്നു പോകുമ്പോഴും ദൈവത്തിൻ്റെ ശക്തി നമ്മളെ അവിടുന്ന് അത്ഭുതകരമായിട്ട് വഴി നടത്താൻ ശക്തനാകുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51 അധ്യായത്തിൻ്റെ 1 വാക്യം വായിക്കുമ്പോൾ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ രോഗങ്ങളുമായിട്ട്, നമ്മുടെ പ്രതിസന്ധികളുമായിട്ട്, നമ്മുടെ വിഷമങ്ങളുമായിട്ട് നമ്മൾ ദൈവസന്നിധിയിലേക്ക് കണ്ണുനീരോടുകൂടി അടുത്തു വരുമ്പോൾ കാരുണ്യവാനായ ദൈവം തമ്പുരാൻ ഈ നോയമ്പിൻ്റെ അവസരത്തിൽ നമ്മളെ അവിടുന്ന് അത്ഭുതകരമായിട്ട് വഴി നടത്തി നമ്മളെ അനുഗ്രഹിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മൂന്നാമതായിട്ട് with the provision of Lord Jesus Christ. ജീവിതത്തിൽ മുൻപിൽ ചെങ്കടൽ, പിൻപിൽ വൻ വൈരി, മുന്നോട്ട് പോകുവാനായിട്ട് യാതൊരു സാധ്യതയുമില്ലാത്തതായ സാഹചര്യത്തിന്റെ മുൻപിൽ നമ്മളെ അവിടുന്ന് കരുതുന്നതായി ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ദൈവത്തിൻ്റെ കരുതൽ നമുക്ക് അവിടുന്ന് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. തൻ്റെ ശിഷ്യന്മാർ യേശു ക്രിസ്തുവിനെ വിട്ടോ മീൻ പിടിക്കുവാനായിട്ട് പോകുന്നതായ അവസരത്തിൽ യേശു ക്രിസ്തു അവരെ തേടി ചെല്ലുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർക്ക് വേണ്ട അപ്പവും മീനും ഒക്കെ തയ്യാർ ചെയ്തിട്ടോ യേശുവിടുന്ന് അവരോട് പറയുകയാണ്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ. യേശു അവർക്ക് അപ്പവും മീനും അവിടുന്ന് കൊടുക്കുന്നതായിട്ട് നമുക്ക് ആ ഭാഗത്ത് വായിക്കുവാനായിട്ട് സാധിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21:12 വാക്യത്തിൽ നാം ആ ഭാഗം വായിക്കുമ്പോഴൊന്നും നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. 21 അധ്യായത്തിൽ വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ, കരുതുന്നതായ ഒരു യേശുവിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ഏതാവശ്യങ്ങളിലും ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം
ഈ ദൈവത്തിൻ്റെ ശക്തി, ഈ ദൈവത്തിൻ്റെ കരുതൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഈ ദൈവത്തോട് ചേർന്ന് ഈ നൊയമ്പിൻ്റെ അവസരങ്ങളിൽ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ സർവശക്തനായ ദൈവം അവിടുന്ന് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.